വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമുക്കുള്ള വീഡിയോ ഓണ സ്പെഷ്യൽ വീഡിയോയാണ്. ഇന്ന് മാവേലിക്ക് വരുമല്ലോ. അപ്പൊ എല്ലാവർക്കും എന്റെ വക ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓക്കെ, അപ്പൊ ഇന്ന് ഞങ്ങളുടെ സ്കൂൾ അടച്ചേക്കാണ്. വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞങ്ങൾക്ക് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ. മാവേലിക്ക് വരും. ഓക്കെ, അപ്പൊ ഒരു കാര്യം കാണിക്കാൻ വന്നുപോയി. ഞങ്ങൾ ഇന്ന് രാവിലെ കുറെ പൂക്കൾ, ഇവിടത്തേക്ക് പൂക്കളൊക്കെ പറിച്ച് കുറെ ഇട്ടതാണ്. ഞങ്ങൾ അത്തപ്പൂവാണ് കാണിക്കാൻ വന്നത്. അത്തപ്പൂ എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു പൂ. ഇതാണ് നമ്മുടെ അത്തപ്പൂ. ഞാൻ ചെറുതായിട്ട് നേരത്തെ എന്റെ ആന്റി ഇട്ടായിരുന്നു. അപ്പൊ ഞാൻ ചെറുതായിട്ട് ഇവിടെ ഈ വെള്ളപ്പൂ ഉണ്ടോ, അത് ഞാൻ അവിടെ ഇച്ചിരി പറിച്ചോണ്ട് വന്ന് ഇങ്ങനെ കുത്തു പോലെ ഇട്ട് കൊടുത്താണ്. ഞാനും എന്റെ അനിയനും എനിക്ക് എല്ലാവരും കൂടെ കൂടി ഇട്ടതാണ്. നല്ല രസമാണ്. ഞാൻ നടുക്ക് ചെമ്പരത്തിപ്പൂ ഞാൻ ഇവിടുന്ന് എവിടെന്നോ പറിച്ചെടുത്തോണ്ട് വന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ പുറത്ത്. ഞങ്ങൾ കുറെ അത്തപ്പൂ ഒക്കെ ഇട്ടു. കണ്ട ഗൈസ്, എന്റെ ഉടുപ്പാണ് ഇത്. ഞാൻ സ്കൂളിൽ അതിന് ഇട്ടോണ്ട് പോയതാണ്. ഇവനും ഈ ഉടുപ്പാണ് പോയത്. മറിയങ്ങ് വന്നേ, അവള് പോയി കേട്ടോ. അവൾക്ക് വെള്ളം കുടിക്കാൻ പോയതാണ്. അവള് ജേഴ്സിൽ ചേർത്തിട്ടില്ല ഗൈസ്, അവളെ ജേഴ്സിൽ പോയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. ഇനി നമുക്ക് അകത്തോട്ട് പോവാം. അവിടെ പായസം എല്ലാവരും കൂടെ കയറി ഉണ്ടാക്കുന്നുണ്ട്. നല്ല രുചിയായിട്ട് പായസമാണ്. എനിക്ക് ഇഷ്ടമുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ഗൈസ്, അപ്പൊ എന്റെ ആന്റി ഒക്കെ വരുന്നുണ്ട്. ഓണം കൂടുതലായിട്ട് വീട്ടിലോട്ട് വരുന്നത്. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കും. അപ്പൊ ഗൈസ്, അവർ തൊടുപുരേന്നാട്ടോ വരുന്നത്, അങ്ങ് ദൂരേന്നാ വരുന്നത്. നമ്മുടെ കൂടെ ഓണം ആഘോഷിക്കാനായിട്ട് വരുന്ന കേട്ടോ. ഇവര് വന്നു കഴിഞ്ഞാൽ നമ്മൾ സദ്യയൊക്കെ ഉണ്ണത്തുള്ളൂ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അവരങ്ങോട്ട് കാറ് കയറ്റി തിരിച്ചു കേട്ടോ. അപ്പൊ ഗൈസ്, ഇതെന്റെ ആന്റിയാണ്, എന്റെ ഗ്രാൻഡ് മദറിന്റെ അനീത്തിയാണ്. താങ്ക് യു. അപ്പൊ ഇനി എന്റെ ആന്റിയുടെ മൂത്ത മോളാണ്, അസു ചേച്ചിയാണ്. അപ്പൊ ഗൈസ്, ഇതെന്താണ് അവരോട് നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവരെ ആത്തോട്ട് വിളിച്ചോണ്ട് പോവാ. അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ വല്യമ്മ. ആന്റിയൊക്കെ വന്നോണ്ട് ഇറങ്ങി വന്നതാണ്. കിടപ്പായിരുന്നു, ഇപ്പൊ ഇറങ്ങി വന്നതാണ് ആന്റി വന്നോണ്ട്. ആന്റിയുടെ അമ്മയാട്ടോ ഇത് ഇവിടെ. അപ്പൊ നമുക്ക് എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് അകത്തോട്ട് കയറി പോവാം. അപ്പൊ നമ്മൾ ഇവരെയും വിളിച്ചോണ്ട് അകത്തോട്ട് കയറി പോവാട്ടോ. നമ്മുടെ ഇവിടെ സദ്യ ഉണ്ണാനാണ് ഇവര് വന്നേക്കുന്നത്. ആന്റിയുടെ സ്പെഷ്യൽ പായസം ഉണ്ട്. അപ്പൊ നമുക്ക് ഇവര് അകത്തോട്ട് പോവാം. ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് മെയിൻ ആയിട്ടുള്ള അശ്വ ചേച്ചിയാണ്. ഡോക്ടറാട്ടോ. എന്റെ പല്ല് പറിച്ച് തന്നത് പല്ല് ഡോക്ടറാണ്. എന്റെ പല്ല് പറിച്ച് തന്നത് എല്ലാം അശ്വ ചേച്ചിയാണ്. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ട സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഞങ്ങള് ഭയങ്കര മനസ്സിലായി. ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം അവിടെ പോയി നിന്നായിരുന്നു. അപ്പൊ നമുക്ക് ഇനി ഇവരെ വിളിച്ചോണ്ട് അതൊരു കയറ്റി പോവാം. അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ ആന്റി, എന്റെ ഗ്രാൻഡ് മദറിന്റെ അനീത്തിയാണ്. ഇവിടെ പായസം ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഹാപ്പി ഓണം പറഞ്ഞു. ഹാപ്പി ഓണം സെറകുട്ടി. അപ്പൊ ഗൈസ്, അപ്പൊ അങ്ങനെ ഹാപ്പി ഓണം പറഞ്ഞു. ഇത് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാട്ടോ. നല്ല മണം ഒലിച്ചു വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. അപ്പൊ ഗൈസ്, നിങ്ങൾ കണ്ടില്ലോ ആ പായസം ഒക്കെ ഉണ്ടാക്കുന്നത്. എന്റെ ആന്റി എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഞാനപ്പോ ആന്റി എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്റെ അമ്മയെ ആന്റിമാർ എല്ലാവരും ഒരുങ്ങുവാണ്. അപ്പൊ നമുക്ക് ഓണവിശേഷത്തിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, മുതിർന്നവരാട്ടോ അവിടെ ഇരിക്കുന്നത്. പിള്ളേരൊക്കെ താഴെയാണ് ഇരിക്കുന്നത്. ഇവിടെ പോവാം. അപ്പൊ ഗൈസ്, അങ്ങനെ ചെറിയൊരു ഓണസദ്യയും കൂടെ ആരംഭിക്കുകയാണ്. അപ്പ വേണോ? അപ്പോൾ ഗൈസ്, നമ്മൾ പിള്ളേരെല്ലാവരും കൂടിയാണ് അവിടെ ഇരിക്കുന്നത്. ഞാനാട്ടോ ചിപ്സ് എല്ലാം വിളമ്പി കൊടുത്തത്. അശ്വ ചേച്ചി ഡോക്ടറാണേലും ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, ഞാൻ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലാസ്റ്റാണ്. പിന്നെ ഇതാണ് ഇന്ന് നല്ല സദ്യ, നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഗൈസ്, നമുക്ക് അരിയാനോട് ചോദിക്കാം, കുഞ്ഞിലത്തെ ഓണാഘോഷമൊക്കെ എങ്ങനെയായിരിക്കും. അപ്പൊ അതിനായിട്ട് കുഞ്ഞിലത്തെ ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം തിരുവോണത്തിന് അന്ന് തന്നെയാണ് ഞാൻ ഉണ്ടായത്. എന്റെ ബർത്ത്ഡേ എന്നാണ്. എന്റെ അമ്മ എപ്പോഴും പറയും, തിരുവോണത്തിന്റെ അന്ന് ഇല വെട്ടിക്കൊണ്ട് വന്നപ്പോൾ
ചോറുണ്ണാൻ സാധിച്ചില്ല, നീ കാരണം ഞാൻ പ്രസവത്തിന് പോയി. അന്ന് തൊട്ട് ഇന്ന് വരെ അമ്മ എന്നും എന്റെ ഓർമ്മയിലിരിക്കുന്നത് എന്റെ ഓണം ഒരിക്കലും ഞാൻ മറക്കത്തില്ല. എന്റെ ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ എല്ലാവർക്കും എന്റെ എല്ലാവിധ ഓണ ആശംസകളും നേരുന്നു. പിന്നെ എന്റെ മക്കള് രണ്ടുപേര് കാനഡയിൽ, അതുകൊണ്ട് എനിക്ക് ആരും പുറത്തായത് കൊണ്ട് കൂടാൻ ഇവിടെ ഓണത്തിന് ആഘോഷിക്കാൻ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്ന് സേറയുടെ കൂടെ ഓണം ആഘോഷിക്കാൻ വേണ്ടി തൊടുപുഴയിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളു. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ. ഇത് എല്ലാവരും ആശംസകൾ പറഞ്ഞേ.